സാറ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കുഞ്ഞിനെ പൊക്കിയിരുന്നു. കുഴലും കൊണ്ട് ടൗണിൽ നിന്ന്. പിടിച്ചിരുന്നു. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞുമോ വായിച്ചില്ലേ? വായിച്ചു. എല്ലാ പത്രങ്ങളിലും വായിച്ചു. CI മനോജിന്റെ വമ്പത്തരങ്ങൾ പത്രങ്ങളും ചാനലുകളും ഒക്കെ ആഘോഷിക്കുകയല്ലേ. 1 കോടി കുഴൽപ്പണം പിടിച്ച വീരൻ. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ സാറ്. ഈ 4 കോടിയിൽ ബാക്കി 3 കോടി എവിടെ പോയി? 3 കോടിയോ? ഏത് 3 കോടി? ഞാൻ പിടിച്ചത് 1 കോടിയാണ്. അത് രേഖ കാണിച്ചിട്ടുണ്ട്. സാധാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 1 കോടി തന്നെയാണ്. 3 കോടി നീ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കൂട്ടത്തിൽ ഒരാൾ നിനക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ കാശ് നീ എന്ത് ചെയ്തെന്ന് നിന്റെ കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സംഭവം നീ കുറച്ച് മെനക്കെട്ടിട്ടുണ്ട്, വെയിലും കൊണ്ടിട്ടുണ്ട്. 5-10 ലക്ഷം നീ കൂലിയായിട്ട് വെച്ചോ. പക്ഷെ ബാക്കി ഇത്ര നേരം നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ഇനി ഇവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാണ്ടല്ലോ. പോലീസ് എന്താന്ന് സ്റ്റേഷൻ എന്താന്ന് നീ അറിയും. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നീ കണ്ടോ? ആരാ? മനോജാണെന്നാ തോന്നുന്നേ. അയ്യോ എന്റെ പാല് ഇപ്പൊ തിളച്ചിയാടും. മനോജെ പറ. ആ കുഞ്ഞു മുഹമ്മദ് ഇവിടെ വന്നായിരുന്നു. കുഞ്ഞു മുഹമ്മദോ? എന്നിട്ട് പോയോ? ഇപ്പം അങ്ങ് ഇറങ്ങി. പക്ഷെ സംസാരത്തിലേക്ക് ഒരു ഭീഷണിയുടെ ലൈൻ ഉണ്ടായിരുന്നു. അതെ, ഫോണിലധികം സംസാരിക്കണ്ട, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി. അവനെന്നെ ശരിക്കും അറിയില്ല. കുഞ്ഞു മുഹമ്മദിനോടാണ് കളി. നിങ്ങൾ ബേജാറാവണ്ടിക്ക, എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. എനിക്കെന്ത് ബേജാറ്? ഇനി അവനാണ് ബേജാറാകാൻ പോണത്. നീ വണ്ടി ഒന്ന് സൈഡാക്ക്. ഇതിലൊന്ന് ഇക്ബാലിനെ വിളിച്ച. ഇനി അവനെ വെച്ചിട്ടാ കളി. ഹലോ. നീ എവിടെയാ? ഞാൻ ഓഫീസിലുണ്ട്. എന്തേ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഒരു കാര്യമുണ്ട്. ശരി, ഞാനിപ്പോൾ ഇറങ്ങാം. അപ്പൊ താൻ പറഞ്ഞു വരുന്നത് ഇത് ഉടനെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുമെന്നാണ്? പിന്നെ അല്ലാണ്ട്. വെറുതെ ആളെ പഠിപ്പിക്കല്ലേ? പേടിപ്പിക്കല്ലടോ. അപ്പൊ ശരിക്കും പറഞ്ഞാണാ? ഈ കണ്ടില്ലോ ഓന്റെ കയ്യിൽ മൊബൈൽ ഫോണ്. അത് അവനല്ലേ അത്? വണ്ടി ബ്ലോക്ക് ആവൂടോ. ഓണടിക്കലടോ. ആള് പോയി, എനിക്ക് ഓട്ടറിയില്ലെന്ന്. ഡേ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വാ. ജോർജ് ആൾ ഡീസൻ്റാ സാറേ. കൂടെ വന്നോളൂ, ഒരു കുഴപ്പമില്ല. അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുപോലെ സ്ഥലത്ത് 3 കോടി രൂപ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള കാര്യമാണോ? എൻ്റെ പോലെ സാറേ, ഇവിടെയാണ് ഏറ്റവും സേഫ്. ഇവിടെ ആകുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അത് ശരിയാ. എന്താ? ദോ പൊറോട്ട കുറച്ച് ബീഫ് വിശന്നിട്ട്. ദോ പൊറോട്ട കുറച്ച് ബീഫ്. ബീഫ് ഇന്നലത്തെയാണെന്ന് തോന്നാം. ഒന്നല്ല. എടുത്തോ എഴുതിക്കോട്ടോ. കഴിഞ്ഞാ? തനി പോലീസുകാരൻ തന്നെ എന്നെ കാശ് പോലും. പിന്നെ സാറിനോട് പറഞ്ഞ് നമ്മുടെ 5% കാര്യം ഒന്ന് നോക്കണം. എന്റെ ജോർജ് ചേട്ടാ, മനോജ് സാറിന്റെ ഡീലാ. അങ്ങേര് തന്നു, കിട്ടിയാലായി. കൈ കിട്ടിയിട്ട് മിസ്സായി പോയില്ല. കുഞ്ഞുമ്മനെ ഡീൽ ചെയ്യാന്ന് വെച്ചാല് നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല. ആ പരനാർക്ക് കാഞ്ഞ ബുദ്ധിയാ. മോള് നല്ല പിടിപാടും. ഹലോ, എന്താ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്നായിരുന്നു. പെട്ടെന്ന് കാണാനില്ല. ഇങ്ങോട്ടെങ്ങാനും കയറിയെന്ന് നോക്കിയായിരുന്നു.
നിങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ടിനെ ഞങ്ങൾ അങ്ങനെ കാണാൻ അപ്പൊ ഇങ്ങോട്ട് വന്നില്ലല്ലേ? താങ്ക്സ്. വീഡിയോ മിക്കവാറും വൈറലാവും. എടാ വിജിലൻസ് ഇപ്പൊ അല്ലേ അവനെ കൊണ്ട മകളെ കെട്ടിച്ചിരിക്കുന്നേ. അയാൾ ആരെ കൊണ്ട് വേണേലും കെട്ടിച്ചോട്ടെ. സാർ ഇന്നുവരെ എൻ്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നിട്ടുണ്ടോ? അതെനിക്കറിയാം. എന്നാ പിന്നെ ഇതിനൊരു കുഴപ്പമില്ല. അവൻ കുറുക്കനാണെന്ന് എനിക്കറിയാം. ബീഫുണ്ട് കയ്യില്. സാറേ സാറിന്റെ പറിച്ചിട്ട് വിചാരിക്കും നിങ്ങൾ എന്നെ പിടിച്ചത്. ഏതോ പിടിച്ചുപറിക്കാരനാണ്. പോലീസ് ഉണ്ടോ ഇത്? നമുക്കറിയില്ല. കള്ളനെ ആയിരിക്കും. വിളിക്കല്ലേ. ചേച്ചി മിഡിൽ ചേച്ചി, സത്യം ഞാൻ കള്ളനാണ്. ഇപ്പൊ ഞാൻ കാക്കാൻ വന്നല്ലേ ചേച്ചി. പോലീസുകാരുടെ പുറകിലുണ്ട് ചേച്ചി. പ്ലീസ് പറയില്ല പ്ലീസ്. ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നോ? ഇല്ല. എന്തേലും ഒച്ചോട്ടോ? ഇല്ല, കേട്ടില്ല. അവിടെ കാര്യമില്ല സാറേ. അവിടെ നോക്കിട്ട് കണ്ടില്ല. അവനെ എൻ്റെ കിട്ടും. ഇനി ഒരുത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ലെങ്കിൽ പിടിക്കരുത്.